ഇനി അടുത്ത നമുക്ക് എന്താ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ക്വറിക്കകത്ത് നമുക്ക് 2 അഡീഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അത് നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ സൊല്യൂഷൻ റൺ ചെയ്തതിന് ശേഷം സൊല്യൂഷനിൽ നമുക്കിവിടെ വ്യൂ ഈവൻസ് ഈ ഈവൻസിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ ഈ വ്യൂ ഓൾ ഈവൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഈവൻസിന്റെ API ഒന്നും കൂടെ API കോൾ ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കുന്ന പറഞ്ഞാൽ നമ്മളിവിടെ നെറ്റ്വർക്കിനകത്ത് നമ്മളിവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഈവൻസിന്റെ ഒരു API വിളിക്കുന്നുണ്ട്. ഇപ്പൊ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും വ്യൂ ഓൾ ഈവൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഈ API ഇവിടെ കോൾ ചെയ്യും. ഓക്കെ, സോ ഇത് ആക്ച്വലി നമുക്ക് അവോയ്ഡ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു API കോൾ ചെയ്യുമ്പോൾ അതിന്റെ ഡേറ്റ നമ്മൾ ക്യാഷിനകത്തോട്ട് ഫെച്ച് ചെയ്ത് ഓക്കെ ക്യാഷിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ ആ ഡേറ്റ ആയിരിക്കും പിന്നീട് നമുക്ക് അവിടെ കാണിക്കേണ്ടത്. ഇത് എപ്പോഴാണ് നമുക്ക് API കോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡേറ്റയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ ഡേറ്റ ഞാനിവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ഡേ ടൈം എന്ന് പറഞ്ഞാൽ ആ ഡേ ടൈം എന്ന് ഞാൻ അവിടെ മോഡിഫൈ ചെയ്തപ്പോൾ ഞാനിവിടെ സേവ് ചെയ്തപ്പോൾ എനിക്കിവിടെ ബ്രൗസർ ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ലെന്ന് അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ API കോൾ ചെയ്ത് അതിൽ ഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് ഇവിടെ കാണിക്കും. ഇത് ആക്ച്വലി നമ്മൾ അറിയത്തില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്കിനകത്ത് ഇവിടെ കാണിക്കത്തില്ല. അതിൽ നമ്മൾ എന്താ ഇവിടെ കാണിക്കുന്ന പറഞ്ഞാൽ ഇവിടെ ഒരു ക്വറി കീ ഉണ്ട്. നമ്മളിവിടെ ക്വറി കീ കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ഒരു യൂണീക്ക് ID ആയിരിക്കും കൊടുക്കുന്നത്. സോ ഓരോ കോമ്പോണന്റ് ഇവിടെ ലോഡ് ചെയ്യുമ്പോൾ ഈ ക്വറി കീനകത്തുള്ള ഈ കീ നമ്മുടെ ഇവിടെ ക്യാഷിനകത്തുണ്ടോ എന്ന് നോക്കും. ആ ക്യാഷിൽ അവിടെ ഉണ്ടെങ്കിൽ ആദ്യം അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ ഫെച്ച് ഈവൻസിന്റെ API കോൾ ഫംഗ്ഷൻ വിളിക്കും. അത് പക്ഷെ ബാക്ക്ഗ്രൗണ്ടിലാണ് വിളിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഈ ഫ്രണ്ട് എൻഡിനകത്ത് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ API കോൾ കാണത്തില്ല. പക്ഷെ അത് ബിഹൈൻഡ് ദ സീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബിഹൈൻഡ് ദ സീനിനകത്ത് ഈ ഫെച്ച് ഈവൻസിൽ നമ്മൾ അതിനകത്ത് ഡേറ്റ എടുത്തോണ്ട് വരും. ആ ഡേറ്റയും നമ്മളുടെ ക്യാഷിനകത്ത് ഇരിക്കുന്ന ഡേറ്റ ഈക്വൽ ആണോ നോക്കും. അത് ഈക്വൽ ആണെങ്കിൽ പിന്നെ ഈ API കോൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ ഡേറ്റ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് ഇവിടെ നമ്മുടെ UI അത് കാണിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇതിനകത്ത് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വ്യൂ ഓൾ ഈവൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി API കോൾ ചെയ്യേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ അതായത് നമുക്ക് ഇപ്പൊ ഡേറ്റ ഇവിടെ എന്തെങ്കിലും മാറ്റമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഒരു API കോൾ വിളിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടൈം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് യൂസ് ക്വറിക്കകത്ത് നമുക്ക് അടുത്തൊരു ഫീൽഡാണ് സ്ലേറ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പൊ സ്ലേറ്റ് ടൈം എന്താ ചെയ്യുന്ന പറഞ്ഞാല് നമ്മൾ ആക്ച്വലി ഈ ഫെച്ച് ഇവന്റ്സ് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീനിലാണല്ലോ ഇത് വിളിക്കുന്നത്. അപ്പൊ ആ കോൾ ചെയ്യുന്നതിന് നമുക്കൊരു ടൈം പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 5 സെക്കൻഡ് വെച്ചെന്ന് ചോദിച്ചു. ഈ 5 സെക്കൻഡിനകത്ത് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു API കോൾ വിളിക്കത്തില്ല. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ അത് വിളിക്കത്തില്ല. ഓക്കെ, 5 സെക്കൻഡ്സ് വരെ. 5 സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെ ഈ APIയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയിട്ട് നമ്മുടെ ന്യൂ ഡേറ്റയും നമ്മുടെ ക്യാഷിൽ ഇരിക്കുന്ന ഡേറ്റയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ UI മാറ്റാൻ പറ്റൂ. ഇപ്പൊ ഞാൻ ഇവിടെ 5 സെക്കൻഡ് കൊടുത്തു എന്ന് ചോദിച്ചു. 5 സെക്കൻഡ് കൊടുത്തു. 5 സെക്കൻഡ് കൊടുത്തിട്ട് ഞാൻ ഈ ഇത് റീഫ്രഷ് ചെയ്തിട്ട് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് വ്യൂ ഓൾ ഇവന്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കടാ ഇവിടെ രണ്ടാമത്തെ API വിളിച്ചില്ല. ആദ്യം ഫസ്റ്റ് ടൈം ഈ API വന്നത് നമ്മൾ പേജ് റിഫ്രഷ് ചെയ്തതിനു ശേഷം. പക്ഷെ നമ്മൾ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഓൾ ഈവൻസ് ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ API പിന്നെ പോയില്ല. പക്ഷെ ഇപ്പൊ 5 സെക്കൻഡ് കഴിഞ്ഞു. ഇപ്പൊ 5 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വ്യൂ ഓൾ ഈവൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഈ ഈവൻസ് അതായത് ആ API പിന്നെയും വിളിക്കും. ഓക്കെ, ഇത് API വിളിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഡേറ്റാസ് ഒന്നും ചേഞ്ച് ഇല്ല. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മോഡിഫൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യാം. ഞാൻ 5 സെക്കൻഡ് ആണ് സ്റ്റേൽ ടൈം വെച്ചിരിക്കുന്നത്. ഞാൻ വ്യൂ ഓൾ ഈവൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡ് API രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചില്ല. പക്ഷെ ഇപ്പൊ 5 സെക്കൻഡ് കഴിഞ്ഞു. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി വ്യൂ ഓൾ ഈവൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ആ API വിളിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ സ്റ്റേൽ ടൈം നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും വെക്കാം. ഇപ്പൊ 0 വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡീഫോൾട്ട് വാല്യൂ 0 ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിനെ 5 സെക്കൻഡ് ആണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും വെക്കാം. ഓക്കെ, അതാണ് സ്റ്റേൽ ടൈമിന്റെ യൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പുതിയൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്
GC ടൈം, അതായത് ഗാർബേജ് ടൈം എന്നാണ്, ഗാർബേജ് കളക്ഷൻ ടൈം എന്നാണ് പറയുന്നത്. ഈ ഗാർബേജ് കളക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ API നിന്ന് ഡേറ്റ എടുത്ത് അത് ക്യാഷിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു GC ടൈം നമ്മൾ സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ 30 സെക്കൻഡ് വെച്ചെന്ന് ചോദിച്ചോ. ഈ 30 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളുടെ ഡേറ്റ, ഈ ഒരു ഡേറ്റ, ക്യാഷിനകത്ത് ഇരിക്കുന്ന ഡേറ്റ അതങ്ങ് ക്ലിയർ ചെയ്യും. അതായത് ഈ ക്വറി കീയിലുള്ള ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഈ ക്വറി കീയുടെ ഈ ID നോക്കിയിട്ട് എവിടെയാണോ ഇരിക്കുന്നത് അതെടുത്തങ്ങ് ക്ലിയർ ചെയ്ത് കളയും. സോ ഇത് 30 സെക്കൻഡ് ആണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഡേറ്റ അതങ്ങ് ക്ലിയർ ഔട്ട് ആവും. ഓക്കെ, അപ്പൊ അതങ്ങനെ സേവ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാനിവിടെ 30 സെക്കൻഡിന് പകരം ഞാനിവിടെ ഇവിടെ 1 സെക്കൻഡ് വെച്ചെന്ന് ചോദിച്ചു. ഓക്കെ, 1 സെക്കൻഡ് സേവ് ചെയ്തു. സേവ് ചെയ്തതിനു ശേഷം ലോഡ് ചെയ്യുക, വ്യൂ ഡീറ്റെയിൽസ് എടുക്കുക, വ്യൂ ഓൾ ഇവന്റ്സ് ക്ലിക്ക് ചെയ്യുക. കേട്ടോ, ഇവിടെ എന്താ സംഭവിച്ചത്? ഞാനിവിടെ സ്റ്റേൽ ടൈം 5 സെക്കൻഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഗാർബേജ് കളക്ഷൻ ടൈം ഞാൻ 1 സെക്കൻഡ് ആണ് വെച്ചത്. ഓക്കെ, അപ്പൊ ഈ 1 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാലുള്ള 1 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ക്യാഷിൽ ഇരിക്കുന്ന ഡേറ്റ എല്ലാം ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്തതിനു ശേഷം പുതിയൊരു API കോൾ ആയിരിക്കും വിളിക്കുന്നത്. അത് ഈ യൂസ് ക്വറി വെച്ചിട്ട് പിന്നെയും ഒരു API വിളിക്കും. സോ ഇതാണ് സ്റ്റേൽ ടൈമും ഗാർബേജ് കളക്ഷൻ ടൈമും നമ്മൾ വെക്കുന്നത്. സോ ഈ 4 യൂസ് ക്വറിക്കകത്തുള്ള 4 പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത്. ക്വറി കീയും ക്വറി ഫംഗ്ഷനും. സ്റ്റേൽ ടൈം, GC ടൈം നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. സോ ഈ ഒരു 2 ഫീൽഡ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ, ബൈ.